അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചായക്ക് കടി നൂൽപുട്ടും കറി ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിനി. പിന്നെ ഞാനേക്ക് വെള്ളം പറന്നു, പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കണ്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കടലയും ചെറുപയറൊക്കെ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കണം, എന്നാൽ വേഗം വെന്തിട്ടു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കടി നൂൽപുട്ടാണെന്നുള്ളത്, അതിന് ഞാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചിക്കണ്. പിന്നെ ഞാനേക്ക് ഉപ്പിട്ട് കൊടുക്കലാണ് കേട്ടോ, വെള്ളത്തിൽ ഇട്ട് കൊടുക്കലല്ല, ഞാനിങ്ങനെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് പിന്നെ കജ്ജോണ്ട് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലോട്ട് കുഴക്കോളും. അപ്പം അങ്ങനെ ഇതായിട്ട് പിന്നെ ഞാൻ തിളച്ച വെള്ളം പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളയിക്കാരം പാരുക, എന്നെങ്കിൽ നൂൽപുട്ട് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ സ്പൂണായിട്ട് ഒന്ന് കുഴച്ചെടുത്തിക്കണം. പിന്നെ ഒന്ന് ചൂടായ ശേഷം കൈ കൊണ്ട് കുഴക്കലാണ് കേട്ടോ, നല്ലോണം കുഴച്ചെടുക്കും. പിന്നെ നമ്മളെ ചാറ്റിക്കില്ലേ കുറച്ച് തേങ്ങയും ജീരുള്ളി, 2 പോണ ജീരുള്ളി ഉണ്ട്, കുറച്ച് തേങ്ങയും അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ നൂൽപുട്ടൊക്കെ പീച്ചിക്കണം കേട്ടോ. അപ്പോൾ നാളെ ഞാൻ നൂൽപുട്ട് നമ്മളെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ പീച്ചിനത്. അപ്പം സനുട്ടനും മിന്നൂട്ടിയും പറഞ്ഞു, എന്തമ്മ അത് നൂൽപുട്ട അത് ഇഡ്ഡലി വെച്ച്. ഞാൻ പറഞ്ഞു നൂൽപുട്ടാണ് കേട്ടോ. എന്താ ഇതിൽ പീച്ചിക്കണം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കജ്ജാൻ വേണ്ടിയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ പറച്ചിൽ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മളെ നൂൽപുട്ടിൻ്റെ പാത്രത്തിൽ തന്നെയാണ് പീച്ചിക്കണം. പിന്നെ നമ്മൾ ചാറൊക്കെ തൂമിച്ചു. അങ്ങനെ ചാറ് തൂമിച്ചൽ കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് നമ്മളെ നൂൽപുട്ട് ഇതാക്കണം കേട്ടോ, റെഡി ആക്കണം കേട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള നൂൽപുട്ട് ഇട്ടേക്കണം കേട്ടോ. എണ്ണ തേച്ചുകൊണ്ട് തന്നെ നമ്മളെ പാത്രത്തിൽ തേച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകിപ്പോരും കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ പീച്ചുമ്പോൾ അതിന്മേൽ എണ്ണ തേക്കണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇതാക്കിയാൽ മതി, പീച്ചിയാൽ മതി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞ് വന്നേരെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അപ്പം ഇനി ചായയുടെയും ഒക്കെ പെട്ടെന്ന് കഴിച്ചാൽ വേണ്ടി പറഞ്ഞേക്കണം കേട്ടോ നമ്മളെ മൂത്തച്ചി, കാരണം വോട്ടിന് പോകണ്ടേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം, തിരക്കാകുമ്പോഴത്തേന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ച് നമ്മൾ പാത്രമൊക്കെ മോറിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പാത്രം മോറിയെടുക്കാനായിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ആക്കണമല്ലോ. അങ്ങനെ പാത്രമൊക്കെ മോറി വെച്ച്. അപ്പം ഇന്ന് ചോറ് നമ്മൾ തേങ്ങാച്ചോറ് വെക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തേങ്ങാച്ചോറ്റിനുള്ള അരിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. കുറച്ച് ഉലുവ അരിക്കന്നെ ഇട്ടിട്ട് കേക്ക് കൂട്ടാം നമ്മൾ, അങ്ങനെയാണ് കാട്ടൽ. അല്ലെങ്കിൽ ഞാൻ ആദ്യം വെള്ളം വെച്ചു, പിന്നെ അരിയും ഉലുവയൊക്കെ ഇങ്ങനെ കേക്ക് ഇടലേനി. ഇപ്പം അങ്ങനെയല്ല കേട്ടോ കാട്ടൽ, നമ്മൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ. ഇപ്പം നമ്മളിങ്ങനെ അരിയും ഉലുവയും ഒപ്പം കേക്ക് ഇടും. പിന്നെ ഇപ്പോൾ തേങ്ങയും ജീരുള്ളി അങ്ങനെ ഇടും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ ഇതാക്കണം. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കാനെന്ന് കാരണം കുറച്ച് ഇറച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഇറച്ചി ഉണ്ടായപ്പോൾ അതിനോണ്ട് ചാറും വെക്കാം തേങ്ങാച്ചോറും വെക്കരുത്. അപ്പോൾ ഇതാക്കണം, നമ്മളിനി അടുപ്പത്ത് ആണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചോറിങ്ങനെ ഈ നേരമില്ലാത്ത നേരത്തെ ചോറ് ഊറ്റിക്കണമല്ലോ, വേഗമെന്നല്ല അതും അറിയില്ല. അപ്പോൾ തേങ്ങാച്ചോറായാലും അടുപ്പത്ത് കിടന്ന് വെന്തും ചെയ്തോളൂ. അപ്പോൾ റേഷൻ പീടിയത്തെ അരി ഒന്നല്ല ഇട്ടിരിക്കുന്നത്, റേഷൻ പീടിയത്തെ അരിയാണെങ്കിൽ നമുക്ക് പേടിയുള്ളൂ വെന്ത് കലങ്ങുമാവോ എന്നൊക്കെ. അപ്പോൾ ചിലപ്പം നമ്മൾ വോട്ടിന് പോകുമ്പോൾ ചോറ് വെന്ത് മാങ്ങൂലയാവോ എന്നൊക്കെ സംശയം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ താത്ത വിളിച്ച് പറഞ്ഞ് പോകാനായിക്കണ്, വേഗം കുളിച്ചു മാറാം. അപ്പോൾ ഞാൻ വേഗം അരി അടുപ്പത്താണ് വെച്ച് ചോറ് വെച്ചു കേട്ടോ. അപ്പം തിളക്കാനൊക്കെ തിളച്ചു. പിന്നെ വെച്ച് തോന്നി ഞാൻ അങ്ങനെ അടുപ്പത്ത് കിടന്ന് അങ്ങനെ വന്നോളും പറഞ്ഞു. ഞാൻ വലിയവനോട് പറഞ്ഞു മന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോറ് ഇളക്കി കൊടുക്കേണ്ടിയിട്ടാണ് ഞാൻ പോകുമ്പോൾ ഒന്നും പറഞ്ഞു അവനോട്. പക്ഷേ ഞാൻ പോയപ്പോൾ ചോറൊക്കെ വെന്ത് മാങ്ങിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അതാക്കണേ ഞാൻ പിന്നെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്, അപ്പോൾ വേഗം കുളിച്ചു പറഞ്ഞ് താത്ത വിളിച്ചപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം നമുക്ക് വോട്ട് ചെയ്യാനല്ലേ സ്ലിപ്പും ഐഡൻറ്റിറ്റി കാർഡൊക്കെ എടുത്തേക്കണമല്ലോ, അത് മറന്നു പോയാൽ പിന്നെ ഇടങ്ങേറിയിക്കാരം, പിന്നെ ഇങ്ങോട്ട് തന്നെ പോരണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തേക്കാണ് കേട്ടോ. അത് നമ്മളെ വോട്ട് ചെയ്യാൻ സ്ലിപ്പും ഐഡൻറ്റിറ്റി കാർഡൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതാക്കണേ നോക്കുമ്പോൾ നമ്മളെ ചോറ്റത്തെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പോകാനായിട്ടോ, കാരണം ഇനി ചോറ് ഇങ്ങനെ വേഗൂലിയാവോ എന്നൊക്കെയുള്ള പേടിയൊന്നും ഇല്ലാതെയായി. വെള്ളമൊക്കെ വറ്റി പിന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോയി ആക്കലും കൊണ്ടുവരലും അങ്ങനെ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും
അങ്ങനെ ചോറൊക്കെ വെച്ച് ഞാൻ വാങ്ങി വെച്ചു. പിന്നെ ഇതാക്കണേ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കരുളായി സ്കൂളിൽ തന്നെ കേട്ടോ പോയിട്ട് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ മേലെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വരിയൊക്കെ കൂടുതലാണ്. പക്ഷെ പെണ്ണുങ്ങളെ വരിയിൽ ആൾക്കാർ കുറവാണ്, ആണുങ്ങളെ വരി ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. അതാ നമ്മൾ വോട്ട് ചെയ്തതിൻ്റെ അടയാളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വോട്ടൊക്കെ ചെയ്തു. പിന്നെ ചാറ് ഞാൻ വെക്കാതെയാണല്ലോ പോയിനത്. പിന്നെ ചാറ് വെക്കാൻ ഇതാക്കണേ ഇറച്ചിയൊക്കെ കേകി ഇതാക്കിക്കണം. അപ്പോൾ നമ്മൾ ചോറുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ, സൂപ്പറായിട്ട് വെന്തിക്കണേ. പിന്നെ നമ്മളെ ഇറച്ചിയൊക്കെ കേകി മസാല കൂട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ചോറ്റിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതാണ്. അത് പിന്നെ ഇറച്ചി ഇതാക്കണം ഇട്ടു. പിന്നെ നമ്മൾ തക്കാളിയും വെല്ലുള്ളിയും കരിവേപ്പും മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചതവും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി അതവിടെ കിടന്ന് അങ്ങനെ വന്നോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉള്ളി തോരൊഴിച്ച വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാരിയിട്ടു. പിന്നെ നമ്മളെ ചാറ് ഇതാക്കണേ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ചാറും ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. ഇപ്പം അതിനായിട്ട് വേറെ ചട്ടി വെക്കാനൊന്നും ആവില്ല. അപ്പോൾ ഇതാക്കണേ പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങാച്ചോറായാൽ പപ്പടം മസ്റ്റാണ്. പപ്പടം അല്ലെങ്കിൽ ഒരു ഈമ അല്ലാത്ത മാതിരിയാണ് കേട്ടോ നമ്മളെ തേങ്ങാച്ചോറ് വെച്ചുമ്പോൾ. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു. പിന്നെ ഞാൻ 2 വെല്ലുള്ളിയും കരിവേപ്പും ഒക്കെ ഇട്ടിട്ട് ചാറ് ഒന്ന് തൂമിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചാറ് തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാറൊക്കെ തൂമിച്ചെടുത്തു. അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. മുളകും പൊടി ഇട്ട് കൊടുത്താൽ കുറച്ച് നല്ലൊരു കളറും ഉണ്ടാവും, എണ്ണ ഇങ്ങനെ പാകിക്കണ ആ ഒരു കളറും ഉണ്ടാവും. പിന്നെ എരിവ് കുറവാണെച്ചെങ്കിൽ അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇറച്ചിയിൽ നെജ്ജൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ നല്ല ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചാറൊക്കെ തൂമിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ചിക്കൻ മസാല അല്ല, ഇറച്ചി മസാല ഇട്ട് കൊടുക്കണുണ്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമ്മളെ ചാറ് മാങ്ങിയേക്കട്ടോ. അപ്പോൾ ചാറ് തേങ്ങാച്ചോറാവുമ്പോൾ നല്ലോണം ചാറ് വേണം. അപ്പോൾ അങ്ങനെ ചാറൊക്കെ തിളച്ച് റെഡിയായി. പിന്നെ മക്കളൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു. വെള്ളിയാഴ്ച അല്ലേ, ജുമായൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് ഒഴിച്ചു. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറും പപ്പടം പൊരിച്ചതും നല്ല ഇറച്ചിക്കറിയും ഒക്കെ ഇതാക്കണം. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ചോറ്